നമസ്കാരം. നിങ്ങളുടെ കമ്പനിയിൽ പുതിയൊരാളെ എടുക്കേണ്ടി വരുമ്പോൾ അതൊരു ഓട്ടപ്പാച്ചിലാണോ സാധാരണ? അവസാന നിമിഷം എല്ലാം കൂടി തിരക്കിട്ട് ചെയ്യുന്ന ഒരവസ്ഥ? എങ്കിൽ പേടിക്കേണ്ട, ആ ഒരു രീതി നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നിങ്ങളുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് ശരിക്കും ഇന്ധനം നൽകുന്ന ഒരു കിടിലൻ പ്രോസസ്സാക്കി എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം, അല്ലേ? പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണത്. നമ്മൾ തിരക്കിട്ട ആളുകളെ എടുക്കും, പക്ഷേ അത് ചിലപ്പോൾ വലിയ അബദ്ധങ്ങളിലേക്ക് നയിച്ചേക്കാം. പണവും സമയവും നഷ്ടപ്പെടും, ബിസിനസ്സിന്റെ വേഗത കുറയും. ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇതിന് നല്ലൊരു പരിഹാരമുണ്ട്. അപ്പോ എന്താണ് ഈ പരിഹാരം? ഒരു കൃത്യമായ പ്ലാനിംഗ്, അതായത് ഒരു ഹയറിംഗ് പ്ലാൻ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാം, പക്ഷേ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ട കറക്റ്റ് ടീമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പവർഫുള്ളായ ഒരു ബ്ലൂ പ്രിൻ്റാണിത്. ശരി, അപ്പോൾ നമുക്ക് ആ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഓക്കെ, അപ്പം നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. അതായത് വിജയത്തിനുള്ള ഒരു അടിത്തറയിടൽ. നമ്മുടെ ഹയറിംഗ് പ്ലാനിന്റെ പ്രധാന തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടെയാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഏതൊരു നല്ല പ്ലാനും തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? വ്യക്തമായൊരു ലക്ഷ്യത്തിൽ നിന്ന്. ഓരോ നിയമനത്തിനും പിന്നിൽ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്: എന്തിനാണ് നമ്മൾ ഈ ഒരാളെ എടുക്കുന്നത്? ഇതായിരിക്കണം നമ്മുടെ വഴികാട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? എത്ര പേരെയാണ് എടുക്കേണ്ടത്? പിന്നെ ഏറ്റവും പ്രധാനം, കയ്യിൽ എത്ര ബഡ്ജറ്റുണ്ട്? ഈ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ലക്ഷ്യം വ്യക്തമായി കഴിഞ്ഞാൽ അടുത്ത പടി അതിനെ പല ഘട്ടങ്ങളായി തിരിക്കുക എന്നതാണ്. ഈ പട്ടിക കണ്ടില്ലേ? ഏറ്റവും അത്യാവശ്യമുള്ളവരെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ നിയമിക്കുക. അതിന് ഹൈ പ്രയോറിറ്റി കൊടുക്കണം. ബിസിനസ് വളരുന്നതനുസരിച്ച് നമുക്ക് അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാം. ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകാതെ നോക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ ഓരോ ഘട്ടത്തിനും കൃത്യമായൊരു ഡെഡ്ലൈൻ വെക്കുന്നത് വളരെ പ്രധാനമാണ്. റിക്രൂട്ട്മെന്റ് തുടങ്ങുന്നത് മുതൽ ഓഫർ ലെറ്റർ കൊടുക്കുന്നതുവരെ ഓരോ കാര്യത്തിനും ഒരു സമയപരിധി വേണം. ഇത് നമ്മുടെ പ്ലാനിനൊരു വേഗതയും കൃത്യമായ ദിശാബോധവും തരും. കാര്യങ്ങൾ നീണ്ടുപോകുന്നത് ഒഴിവാക്കാമല്ലോ. ശരി, നമ്മൾ ഇതുവരെ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം, അതായത് എങ്ങനെ, ആര് എന്ന ചോദ്യങ്ങളിലേക്ക്. ഈ പ്ലാൻ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന് നോക്കാം. ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്, അല്ലേ? നിങ്ങളുടെ കമ്പനിക്ക് വേണ്ട ആ മികച്ച ആളെ നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്താൻ പോകുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്, പക്ഷേ നമുക്ക് ഏറ്റവും പറ്റിയതേതാണെന്ന് കണ്ടുപിടിക്കണം. അതെ, നിങ്ങൾ എവിടെയാണ് നല്ല ആളുകളെ തിരയുന്നത് എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ലിങ്ക്ഡ്ഇൻ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം, റിക്രൂട്ട്മെന്റ് ഏജൻസികളെ സമീപിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവനക്കാരോട് തന്നെ ചോദിക്കാം. ഓരോ പോസ്റ്റിനും ഏറ്റവും യോജിച്ച വഴി ഏതാണെന്ന് നമ്മൾ തന്ത്രപരമായി തന്നെ തിരഞ്ഞെടുക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ ഹയറിംഗ് പ്രോസസ്സിൽ ആര് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നല്ല വ്യക്തത വേണം. ഇത് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് കൃത്യമായി അറിയാമെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ഉദാഹരണത്തിന്, HR ലീഡ് അപേക്ഷകരെ കണ്ടെത്തുന്നു എന്ന് വയ്ക്കുക. അതിനുശേഷം വരുന്ന ഹയറിംഗ് മാനേജർ അവരുടെ കഴിവുകൾ വിലയിരുത്തുന്നു. അവസാനം ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അന്തിമ തീരുമാനമെടുക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടെ റോൾ എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ മറന്നു പോകുന്ന, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. നമ്മുടെ പ്ലാനിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ നേരിടാം, അതിനുള്ള തയ്യാറെടുപ്പ്. ഈ സ്ലൈഡ് നോക്കും. ഇതാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിന്റെ ഒരു ഗുണം. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ആദ്യമേ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിനൊരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ പ്ലാൻ പാതി വഴിയിൽ നിന്നു പോകില്ല. നമ്മളുണ്ടാക്കിയ പ്ലാൻ ശരിയായ വഴിയിലൂടെയാണോ പോകുന്നത് എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് നമ്മൾ പുരോഗതി അളക്കുന്നത്. ഒരു കോമ്പസ് പോലെ. ഇത് നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റി പോകാതെ മുന്നോട്ട് കൊണ്ടുപോകും. പുരോഗതി അറിയാൻ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമതായി, എല്ലാം രേഖപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്തുക. ഒരു സിമ്പിൾ സ്പ്രെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു ഡാഷ്ബോർഡോ ആകാം. രണ്ടാമതായി, അത് കൃത്യമായ ഇടവേളകളിൽ, ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ പരിശോധിച്ച് വിലയിരുത്തുക. ഇത് പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടുപിടിക്കാനും എല്ലാവർക്കും കാര്യങ്ങൾ എന്തായെന്ന് മനസ്സിലാക്കാനും സഹായിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എത്രത്തോളം മികച്ചതാണെന്ന് അളക്കാൻ ഒരൊറ്റ ചോദ്യം മതി. നമ്മുടെ മുഴുവൻ പ്ലാനിന്റെയും അടിത്തറ ശരിയാണോ എന്ന് പരിശോധിക്കുന്ന നിർണായകമായൊരു ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം ഇതാണ് നിങ്ങളുടെ ഹയറിംഗ് പ്ലാനിന്റെ ഫൈനൽ ടെസ്റ്റ്. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാനുണ്ടാക്കിയ ഈ നിയമന പദ്ധതി എന്റെ കമ്പനിയുടെ അടുത്തൊരു വർഷത്തെ വളർച്ചയുമായി ശരിക്കും യോജിച്ചു പോകുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം, അതാണ് നിങ്ങളുടെ കമ്പനിയുടെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്നത്. നന്ദി.